അരി തീർന്നു പോയി, നാളെ വരും. അരി കിലോ 2. നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വായിൽ നോക്കി തുടങ്ങിയിട്ട് നേരെ കുറെ മേടിക്കാൻ പറ്റില്ല. അപ്പുറത്തൊട്ടിയല്ലേ, അവിടെ ഒരു ഈച്ചാട്ടി ഇരിപ്പുണ്ടല്ലോ, അങ്ങോട്ടല്ലേ ഒരു മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് കൈ ഒഴിഞ്ഞിട്ട് ഊരേ നിലവായിട്ടൊന്ന് കണ്ടിട്ട് നാള് പറയാം. ചേടാ ഇതിവിടെ മാത്രം ഒരു അരിയില്ലേ 2 കിലോ പയർ. സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക, ചന്തയ്ക്ക് പോയില്ല, നാളെ പോണം. പിന്നെ എന്തിനാ കടയും തുറന്നിങ്ങനെ ഇരിക്കുന്നത്? 1/2 കിലോ മുളക് മുട്ടായി. എടോ പരിക്കുട്ടി സാഹിബേ, ഉള്ളവൻ ഉണ്ണുമ്പോ ഒരു കരുത് മനമേന്ന ഒരു പഴഞ്ചൊല്ലേ. ശരിയാ ശരിയാ. കുടുംബത്തിലിരിക്കുന്ന ഒരു മാനമര്യാദയായിട്ട് നേരെ വഴിക്ക് നടക്കണം. ഇല്ലെങ്കിലേ ഇതിലപ്പുറം സംഭവിക്കും. തനിക്കറിയാവോ? തനിക്ക് എന്തരിയാ വേണ്ടേ? കുത്തരി വേണോ, പൊക്കാളി വേണോ, നെല്ലരി വേണോ, പഴം വേണോ, ആനക്കൊമ്പം വേണോ? ആനക്കൊമ്പൻ എന്താ വില? 2 രൂപ. 2 കിലോ അരി കിട്ടുക. ആന്നില്ലേ? ഇവൻ കുറെ നേരം വായി നോക്കി നിൽക്കാൻ തുടങ്ങിട്ട് എന്നാ കൊണ്ട് പോവോ. 1/4 കിലോ പുളി. അങ്ങേ കടയിൽ ഒരു ഉള്ളിയുണ്ടാ? പാപ്പി, നമ്മളെ ചാക്കോ സാറിന് നമ്മളെ പാതാലിലെ പെരേടം വേണമെന്ന് പറഞ്ഞു. വില അല്പം കുറവാ. ഞാൻ 30,000 ചോദിച്ചു. 25 ഞങ്ങൾ എടുക്കും. നീ ചാക്കോ സാറിനെ കണ്ട് എനിക്ക് സമ്മതമാണെന്ന് പറ. പക്ഷേ കാശ് ഇന്ന് തന്നെ കിട്ടണം. നാളെ ചരക്കിറക്കാനുള്ളതാ. കട ഒഴിഞ്ഞ് നടക്കുന്ന കണ്ടില്ലയോ? അവിടുത്തെ കച്ചവടം പൊടിക്ക് പക്ഷെ ഒക്കെ കടവാണ് കിട്ടാ. വല്യമ്മയ്ക്ക് എന്താ വേണ്ടേ? നീ എന്താ ഇങ്ങനെ നിക്കണം നോക്കിട്ട്? ഓപ്പി, അയാൾ പാറയ്ക്ക് തെങ്ങുന്തോപ്പ് വിറ്റെന്ന് പറഞ്ഞു, ശരിയാണോ? ആ, അത് നമ്മുടെ നേഴ്സ് ചോച്ചാമ മേടിച്ച് പേർഷ്യന്ന് കൊണ്ടുവന്ന പണവാ. നല്ല വില കിട്ടാ. നാളെ അതിനും കൂടുതൽ ചരക്ക് ഈ കിളയിൽ ഇറക്കണം. ഏ പാപ്പി, നീ പോകുന്ന വഴിക്ക് ആ കാതറിക്കോട് ലോറി നാളെ വേണമെന്ന് പറ. അപ്പൊ ഞാൻ പോയേച്ച് വരാല്ലേ? നീ പോയിച്ചോ. അപ്പൊ ഞാൻ പോയേച്ച് വരാല്ലേ? നീ പോയേച്ചും വരാന്. അല്ല, ഞാൻ പോയേച്ച് നീ പോയേച്ച് വരാമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. പാപ്പി നോക്ക്, എന്റെ ഒരു കാശ് വരും. നീ പോയി ആ ചാക്കോ സാറിനെ കണ്ടിട്ടു. അത് മതി. ഒരു 30 വേണം, മൂത്തത്. കടം പറയാനാണെങ്കിൽ ഇവിടെ കള്ളില്ല കേട്ടോ. ആ രാമച്ചൻ എന്നെ അരിയിട്ട് പറയുന്നു. ഓ രാമച്ചൻ എടുക്കാതെ ബാക്കി ഇങ്ങോട്ട് തന്നുവെച്ചാ മതി. രൂപ ഇങ്ങോട്ട് എടുക്കും. എന്നെ നോക്കി വളർത്തുന്നത് പോലെ വളർത്തുക. ഇതെല്ലാം ദൂരം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലിരിക്കട്ടെ, എന്റെ അത്ര ആഴ്ച കാണും. സുഗുണ, അമ്പി ഉണ്ടെങ്കിൽ 2 ഉപ്പിഞ്ഞു കൊടുക്കുക. തൊടാൻ വല്ലതും ഒട്ടിക്കത്തെ വിലയല്ലേ നിന്റെയൊക്കെ? ഒരു പച്ചമുളകും 2 കിലോ ഉപ്പും മതി. പിന്നെ ഇവിടെ വെടിയിറച്ചി എന്തുകൊണ്ട്? കൊക്കുണ്ട്, കൊക്ക്. എന്നാലേ വെടിയിറച്ചി ഉള്ളത് മുഴുവനും ഒരു 3 കുപ്പി തള്ളും. എളുപ്പം ചൂണ്ടാ. ഇന്ന് വിഷുവാ, നേരത്തെ പോണം. അല്ലേ സുഗുണ, പെരിയിറച്ചി കുറച്ച് എനിക്കും വേണം. നിന്നെ കണ്ടിട്ട് കുറെ കാലം ആയല്ലോടാ പാപ്പി. നീ എവിടെയാ? ഇപ്പൊ ജോലിയും പണിയൊക്കെ ഉണ്ടോടാ? അങ്ങനെ കഴിയുന്ന പോലാണ്. എന്താണോ ഞാൻ ആദ്യം ഓർഡർ ചെയ്തേ? എന്നാ എനിക്ക് കണ്ണുപിടിക്കില്ലയോ? കൃത്യമായി കാശ് കൊടുക്കുന്ന മാന്യന്മാർക്ക് ആദ്യം കൊടുക്കും. അല്ലടാ സൂണ? ഒന്ന് വെറുതെ എരിവിള്ളാച്ച അപ്പൊ വഴക്കുണ്ടാക്കല്ലേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ പറയും നോക്കളെ. എടാ സൂണ, എന്റെ വീട്ടിലൊരു കുപ്പി കള്ളി പാപ്പിക്കൂടെ? എടാ സുഗുണ, എന്റെ പറ്റിൽ 2 കുപ്പിക്കുള്ള പാപ്പിക്കോള്. നല്ല കപ്പയും മത്തിയും കാണും, നീ മേടിച്ച് കഴിച്ചോ. എടാ പാപ്പി, നിനക്ക് കോഴിയിറച്ചി വലിയ ഇഷ്ടം. എന്റെ കണക്കില് 2 പ്ലേറ്റ് വാങ്ങിക്കുന്നു.
പുതുപ്പള്ളി തന്നിൽ വാഴുന്ന എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മായി. തൃശ്ശൂർ പൂരത്തിലുള്ള പടക്കോപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിക്കൽ ബായ് ഭാർഗവൻ നായർ MA MLC. അമ്മായിയെ ആ തീയും കൊണ്ടെടുത്തോ, കത്തിക്കോ. അമ്മായിയെ മാറിക്കോ. ഇതിപ്പോ പൊട്ടും. ഈ താമസമുണ്ട്. കാരണം ഇത് ജപ്പാനിൽ കൊണ്ടുവന്നതാണ്. ഐസ് ബോക്സിൽ വെച്ച് കൊണ്ടുവന്ന കാരണം അടുത്തുപോയി. എല്ലാം കത്തിയിട്ട് വർഗമാ, എല്ലാം കത്തിയിട്ട് നിങ്ങളെന്താ അഭിപ്രായമാണോ? മോളെ എല്ലായിടത്തും അമ്മേനൊരു വിഷ്ണു. നീ പോടാ അവിടുന്ന്. ജീപ്പ് വാങ്ങിക്കാനാണ് കൂടെയാവുള്ളത്. അയ്യോ, ഈശ്വരനാണ് സത്യം. തൊമ്മി ചന്തയിൽ പോയിരിക്ക. അലിയാരുടെ ജീപ്പാ വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ കേട്ടോ, നിങ്ങൾ എന്തൊന്നായി ഓർത്തോണ്ടിരിക്കുന്നത്? പിന്നെ എന്താ പറഞ്ഞത്? പുന്നമുട്ടിക്കാര് ജീപ്പ് വാങ്ങിക്കാൻ പോകുന്നെന്ന്. ഈ കാളവണ്ടി മുറ്റത്തിട്ടോണ്ടിരുന്നാ നമുക്ക് ക്ഷീണമാ. ക്ഷീണമാണോന്നോ? പിന്നെ ഇവിടെ ജീവിക്കാൻ നോക്കൂ. അച്ചാമ്മച്ചടുത്ത് ജീപ്പ് കയറി പള്ളിയിൽ പോകുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. അവള് പിന്നെ നിലത്തെങ്ങും നിക്കല്ല എന്റെ അമ്മോ. ജീപ്പ് മേടിച്ച മലയാറ്റൂർ പള്ളിയിൽ പോകണമെന്നൊക്കെ പറയുന്നത് കേട്ടു. അതിന് ഇവിടെ തുണയുണ്ടെങ്കിലല്ലേ വേണ്ടു. ആണോന്നും പറഞ്ഞ് നടക്കുന്നു. എടാ ഭാർഗവ, ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് എത്ര മൈൽ ദൂരമുണ്ട്? ഗുരുവായൂർക്ക് ഇപ്പോ കുറ്റിപ്പുറം വഴിയാണെങ്കിൽ ഞാൻ പറയാം 10 8 18 2 20 24 24 2 26 ഒരു വളവുണ്ട്. ഭാർഗവ, താമനോടെ ജീപ്പ് കൊണ്ട് കൊണ്ടുവരാൻ പറ. ഞാനിപ്പോ പറയാം. എന്റെ ഗുരുവായൂരപ്പ, നമുക്കവിടെ മുമ്പിലിട്ട് ഓടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കണം. ആ തൊമ്മിയെ നിർത്ത് നിർത്ത് നിർത്ത്. നിന്നെ കണ്ടത് നന്നായി പോലെ. അറക്കിലെ കാര്യം ഞാൻ ശരിയാക്കി. ദേവിയമ്മയെ പിരികേറ്റി 4 ഞാൻ വീഴ്ത്തി. ഇനിയിപ്പോ ദാമു ജീപ്പ് തരുമാവോ? അറിയാതെ ജീപ്പ് വിൽക്കാൻ പോവാന്ന് കേട്ടു. നീ പറയിച്ച് മാപ്പിളോട് ചെന്ന് പറ 4 ജീപ്പ് വാങ്ങിക്കാൻ പോകും. അവിടെ കൂറ കുത്താൻ കാശില്ല, അപ്പഴാ ജീപ്പ് വാങ്ങിക്കുന്നു. എടാ നീ ഒന്ന് ചെന്ന് പറയടാ, കാശൊക്കെ ഉണ്ടായിക്കോളൂ. നമുക്ക് 1000 രൂപ കമ്മീഷൻ കിട്ടുന്നല്ലേ? ഞാനേ അരക്കൈ നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ജീപ്പുമായിട്ട് 4 മാസം മുറ്റത്ത് വാ കേട്ടോ. സൈക്കിള് എന്നാ ഏതായാലും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അല്ലേ ചായ ഒടിച്ചിട്ട് മുറിക്കാ പോരായിരുന്നോ? ഇത് നീ കുടിച്ചോ. ആ പാലക്കിലെ തെങ്ങും തൊപ്പി വിൽക്കണ്ടായിരുന്നു. 10 തേങ്ങ കിട്ടുന്ന സ്ഥലമല്ലേ? നീ എന്താ പറയുന്നത്? കടക്ക് സാധനങ്ങൾ വേണ്ടായോ?
മറ്റവനപ്പുറത്ത് പൊടി പൊടിച്ച് വിൽക്കുന്നു. ആ സാരല്ല, അവരെ പാലക്കിലെ പുരയിടവും വിറ്റു. അറിഞ്ഞോ, നാണുപിള്ള ജീപ്പ് വാങ്ങിക്കാൻ കൂടും. കാറ് മേടിക്കും. ദാമുവിന്റെ ജീപ്പാ, അഡ്വാൻസ് കൊടുത്തു. അമ്പടി, അവള് ജീപ്പിൽ കയറി നെളിഞ്ഞിരിക്കുമ്പോ ഞാൻ നടന്നു പോവാനോ? നാണുപിള്ള മുമ്പിലിരിക്കും, ദേവകിയമ്മയും നളിനിയും ബാക്കിലിരിക്കും. ഭാർഗവൻ പറഞ്ഞതേ പ്രഭാകരൻ ഓടിക്കാൻ പോവാണെന്നാ. കടക്കാരാണ് ഓടിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കടം കയറി തലയ്ക്ക് മുകളിലായി. ഇനിയിപ്പൊ ജീപ്പ് വാങ്ങിക്കാത്ത കുറവ് കൂടെ ഉള്ളൂ. എന്ത് വിറ്റാലും സാരമില്ല, ജീപ്പ് നമുക്കും മേടിക്കണം. ദാമുവിന്റെ ജീപ്പിനേക്കാൾ നല്ലത് അരിയായുടെ ജീപ്പാ. നമുക്കത് വാങ്ങിച്ചാൽ മതി. നമുക്കത് തന്നെ മേടിക്കണം. അവൾ അങ്ങനെ ഞെളിയിരുന്നല്ലോ. ഭാർഗവൻ പോയിട്ട് കാണാനില്ലല്ലോ അമ്മേ. അമ്മേ, ഇതാ ജീപ്പ് വന്നു. അമ്മായി ജീപ്പ് വന്ന്, അമ്മായി ജീപ്പ് വന്ന്. വരുമ്പോ ചൂളം വിളിച്ചത് ഇവിടെ ഉണ്ട്. അമ്മായി ഹോർണാണ്, ഹോർണം. അമ്മായി വലത് കാലിച്ച് കയറും, വലത് കാലം വെച്ച് കയറാൻ അമ്മായി. അല്ലേ ബ്രേക്ക് തൊട്ടിട്ട് ബ്രേക്കാണ്. അമ്മായി ഇതാ ഹോർണം, ഇതാണോ ഹോർണം? അമർത്തി അമർത്തി അമ്മായി അച്ചമച്ചെടുത്ത് കേൾക്കട്ടെ. ദേവകിയമ്മയുടെ വീട്ടിലടി കേട്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ? നമുക്ക് ആദ്യം വാങ്ങിക്കേണ്ടതായിരുന്നു. നമുക്ക് മേടിക്കാം. ചായ വിലയിൽ മാറ്റമൊന്നുമില്ല. നേരത്തെ പറഞ്ഞോളാം, ഒറ്റ വരിക. എടാ, നമുക്ക് ആ കട വരെ ഡ്രൈവറെ വണ്ടി എടുക്ക് പോ. ഞാൻ കൂടി ഒന്ന് കട വരെ. അമ്മായി മുകളിൽ കയറണം അമ്മായി. ഇവിടെ എന്ത് എടുത്താണ് അമ്മായി ഇത്? ഉള്ളിൽ കയറി വേഗം വിട്ടോ ഡ്രൈവറെ. കമ്പയെ പിടിച്ചാ മതി. കമ്പയെ പിടിച്ചാ ഇന്ന് ഞാൻ ഉറങ്ങണമെങ്കിൽ ഈ മുറ്റത്ത് ജീപ്പ് വരണം. നമ്മൾ കാരണം 2 കുടുംബങ്ങൾ നശിക്കുന്നു. ഞാൻ കാരണം നീ ഗർഭിണിയാണെന്ന് നീ എന്തിനാ കള്ളം പറഞ്ഞത്? മറ്റൊരു വഴിയും കണ്ടില്ല. പ്രഭേട്ടന്റെ കല്യാണക്കാരി എന്തായി? അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ മറ്റൊന്ന് ശക്തിയായി വരുന്നു. ഭാർഗവിയമ്മയുടെ മകൾ രമണി. ഇത് എത്ര കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? എന്റെ അച്ഛനും നിന്റെ അപ്പച്ചനും തളരുന്നതുവരെ. അപ്പച്ചനാകെ തകർന്നിരിക്കുന്നു. വാശി കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാ. ഒറ്റയ്ക്കാവുമ്പോ മുറിയിലിരുന്ന് കരയുന്ന കാണാം. എന്റെ വീട്ടിലും സ്ഥിതി അതൊക്കെ തന്നെ. ഇനി നമ്മൾ ഒന്നുമില്ലാത്തവരാകുമ്പോ വീണ്ടും പഴയ പോലെ സ്നേഹത്തിലാകും. ഇവളെന്റെ അനിയത്തിയാണ്. പക്ഷെ അവളെ അടിക്കുന്നത് എന്റെ മുമ്പിൽ നിന്ന് വേണ്ട. അടിച്ചാൽ എന്ത് ചെയ്യും? അടിച്ചാളിനെ ഞാൻ അടിക്കേണ്ടി വരും. ബേബി, നമ്മൾ തമ്മിൽ ഇത് വേണ്ട. നിന്നെ മുമ്പേ കൊല്ലേണ്ടതായിരുന്നു. എങ്കിൽ 2 കുടുംബങ്ങൾ രക്ഷപ്പെട്ടേനെ. ഇന്ന് നിന്നെ വെറുതെ വിടുന്നു. ഇനി നിങ്ങളെ എങ്ങനെ കണ്ടാൽ നമ്മൾ ആരുടെയെങ്കിലും സമമായിരിക്കും നിർത്തി വീഴുക. ആടി ഞങ്ങളൊക്കെ മീൻ കൂട്ടും. അല്ല, നീ നിന്റെ ജാതിക്കാർക്ക് മീൻ കൊടുക്കത്തുള്ളത് നിർബന്ധമുണ്ടോ? അയ്യോ, എനിക്ക് അങ്ങനെയൊന്നുമല്ല ഒറ്റമ്മ. കാശ് തരുന്ന ആരാണോ ഞാൻ അവർക്ക് കൊടുക്കും. മീന് വാരം നിന്നെ സെന്റിന്റെ മാറ്റമാണല്ലോടി. എന്റെ മീനിന് ഈ മണം തന്നെയാണ്. നിനക്ക് എവിടുന്നാണ് ഈ സെന്റ് കിട്ടുന്നേ? കാശ് കൊടുത്തിട്ട്. ഇത്രയും പോകുന്ന കുപ്പിക്ക് 9 രൂപയാണ്. എടി, എന്റെ മേത്ത് പെരട്ടിയാ അതിന്റെ മണം അപ്പുറത്ത് കേൾക്കൂടി. പിന്നെ 4 അയലോക്കത്ത് കേൾക്കും. എന്നാ എത്ര രൂപയായാലും വേണ്ടിയില്ല, ഒരു കുപ്പി എനിക്കൂടെ കൊണ്ടുപോകാം. മീൻ വേണേ മേടിക്ക്. അച്ചമ്മന്റെ അടുത്ത് പറഞ്ഞിട്ട് കൊണ്ടുവന്നാ. അവിടെ മൂപ്പ് കൊടുക്കാനായിരിക്കും. വാക്കോളല്ലേ. അത് ശരിയാണോ ചുമ്മാ? ആ കൊച്ചിന് വയറ്റിലുണ്ടോ? പിന്നെ ഇവിടുത്തെ പ്രധാനല്ലേ അതിന്റെ ആള്.
അയ്യോ എന്റെ കർത്താവേ, എന്നിട്ട് അവക്ക് അത് വരണം. അവിടെ നഹളത്തിന് അത് കിട്ടിയാ പോരാ. നളിനി, ആ ചട്ടി ഇഞ്ഞെടുത്തോണ്ട് വാ. കാശ് നാളെ തന്നാ പോരായോടി? അയ്യോ പറ്റിയോ രോച്ചമ്മ, ഇവിടെ ഇത് വെച്ചിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. നാളെ തന്നെ അങ്ങ് തന്നേക്കാൻ മതി. അയ്യോ പറ്റിയോ രോച്ചമ്മ.